ബോച്ചെ എന്ന വ്യക്തി, ബോബി ചെമ്മണ്ണൂര്, അദ്ദേഹം വലിയ സാമ്പത്തികമുള്ള വ്യക്തിയാണ്. പൊതുജനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ അദ്ദേഹം കടമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലവാരം എന്താണെന്ന് നമുക്കറിയില്ല. ധാരാളം പേരെ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മളൊക്കെ അതൊക്കെ അദ്ദേഹത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നല്ല മനസ്സുള്ള ആളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള മ്ലേച്ഛ പദങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാള് അയാളുടെ സാംസ്കാരിക നിലവാരം എങ്ങനെയാണ്? മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. ഇവിടെ ഇപ്പൊ അദ്ദേഹം ആ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗത്തില് ആ പെൺകുട്ടി കാണാൻ സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ്. അവര് എപ്പോഴും വൃത്തിയായിട്ട് നടക്കുന്ന കുട്ടിയാണ്. അണി റോസിന്റെ പല ആൾക്കാരും പല അവരുടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഇവരെ വിളിക്കാറുണ്ട്. ചെറുപ്പക്കാർ ധാരാളം പേര് അവരെടുത്ത് എത്തും, അവരുമായിട്ട് അവരെ കാണാനും പിടിക്കാനും. അങ്ങനെ വളരെയധികം ജനങ്ങൾ ഇവരുടെ ഇനാഗുറേഷൻ ഉള്ളിടത്ത് വന്നു ചേരും. അന്നേരം ആളാകാൻ അതിൻ്റെ ഉടമസ്ഥനായ 2 പ്രാവശ്യം ഇനാഗുറേഷന് വിളിച്ച ആളാണ് ബോബി ചെമ്മണ്ണൂര്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കണ്ടു. അനവസരത്തിൽ പ്രയോഗിച്ച ഒരു വാക്കാണ് കുന്തി ദേവി. ആ കുന്തി ദേവി എന്നുള്ള പ്രയോഗം എന്തിനാണെന്ന് അവിടെ കൂടിയവർക്ക് മനസ്സിലായ ഒരു ആഹ്ലാദത്തോട് ചിരിക്കുന്ന കണ്ടു നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് മഹാനായ ബോബി ചെമ്മണ്ണൂർ എന്നേ പറയാൻ ഒക്കുള്ളൂ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തികളും, നല്ല രീതിയിലുള്ള പ്രവർത്തികൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം ആൾക്കാരെ സഹായിക്കുന്നുമുണ്ട്. അതൊക്കെ നല്ല കാര്യം. ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി കണ്ണീര് വാഴ്ത്തി നിൽക്കുന്നിടത്ത് ഓടിച്ചെല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല കാര്യം, നമുക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ ഒറ്റ വാക്ക് മതി അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നല്ല പ്രവർത്തികളെല്ലാം കാറ്റിപ്പറന്നു പോകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ കുട്ടിയെ, ആ നടിയുടെ കൈ പിടിച്ച് ഒന്ന് കറക്കി, എന്നിട്ട് അദ്ദേഹം ചൂണ്ടുവിരലുകൊണ്ട് ആ കുട്ടിയുടെ ബ്രസ്റ്റിന്റെ മുകളിലെ ആ മാല കിടക്കുന്നിടത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു തൊടുവെന്ന്. അപ്പൊ അത്രയും വരെ വന്നിരിക്കുന്നു. പിന്നെ കൈ കൊണ്ട് ഒന്നുകൂടെ കറക്കിയിട്ടുണ്ട്. കറക്കിയിട്ട് പിന്നിലുള്ള ലോക്കറ്റ് കാണാനാണെന്ന് പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് കറക്കിയത്. അത് കുറ്റകരമാണ് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആ കറക്കും കുറ്റകരമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അതിനകത്ത് ചില ഡിസോണസ് ഇന്റൻഷൻ, മോശ വിചാരമുണ്ട്. കാരണം അത് ആ കറക്കുന്ന ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്യാണ്. 76 BNS ആണ് അത് വരുന്നത്. 3 വർഷം മുതൽ 7 വർഷം വരെ അതിന് തടവ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ മോഡസ്റ്റി ഓഫ് എ വുമൺ, അത് ഈ 79. ഈ 2 വകുപ്പുകൾ പോലീസ് ഇനി പുതിയതായിട്ട് ചേർക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുവരെ അദ്ദേഹത്തിനെതിരായിട്ട് 75 BNS-ഉം IT ആക്ടിനകത്ത് 67. അപ്പം BNS ആണെങ്കിൽ 3 വർഷം, IT ആക്ട് ആണെങ്കിൽ ആദ്യത്തെ സംഭവത്തിന് 5 വർഷം, രണ്ടാമത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ 10 വർഷം. എങ്ങനെയാണ് ലോവർ കോടതി ജാമ്യം കൊടുക്കുന്നത്? പോലീസിന് അടുത്തത് കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറയുന്നത്. അതിനൊക്കെ ഹൈക്കോടതി വിഘാതം നിൽക്കില്ല, വിലങ്ങ് നിൽക്കില്ല. ഏത് വലിയ വക്കീൽ വന്നാലും ശരി, പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന് തൃപ്തികരമായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തിങ്കളാഴ്ച കസ്റ്റഡിക്കുള്ള അപേക്ഷ കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിലെ പുതിയ 2 സെക്ഷൻ വരണം. പിന്നെ അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോണേ കൊടുത്തുള്ളൂ. ഇനി എത്ര മൊബൈൽ ഫോൺ അത് മുഴുവൻ പോലീസിന് റിക്കവർ ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് എടുക്കേണ്ടി വരും. അത് നിയമം എല്ലാവർക്കും തുല്യമായിട്ട് പോകും. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെയൊന്നുമില്ല, സർക്കാർ ഉദ്യോഗസ്ഥനൊന്നുമില്ല. നിയമം എല്ലാവർക്കും തുല്യമാണ്. കാരണം കോടതി അത് തന്നെയാണ്. ഹൈക്കോടതിയിലൊക്കെ ഇന്നത്തെ ആ സംസാരം തന്നെ എന്താ, ഇത്ര പ്രാധാന്യം, ഇത്ര വലിയ ധൃതി, പ്രാധാന്യം, അർജന്റ് ആവശ്യം ഉണ്ടോ? കാരണം അതിനകത്ത് ഇപ്പൊ ലോവർ കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് അപ്പീൽ പോകേണ്ടത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെയാണ്. അവിടെ തള്ളിയെങ്കിൽ മാത്രമാണ് ഹൈക്കോടതി പോകുന്നത്. അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ തന്നെ അപേക്ഷിക്കണം. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന്റെ വക്കീൽ രാമൻപിള്ള നേരത്തെ ആ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടുന്ന് സ്കിപ്പ് ചെയ്തിട്ട് അവിടുന്ന് ചാടി അവിടെ കൊടുക്കാതെ നേരെ ഹൈക്കോടതി പോയിരിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് നേരെ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പോലീസിന്റെ കസ്റ്റഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞ് മാത്രമേ ജാമ്യം കിട്ടുള്ളൂ.
അതിപ്പോൾ തിങ്കളാഴ്ച കൊടുത്തെന്ന് വിചാരിച്ച് ചൊവ്വാഴ്ച ഹൈക്കോടതി ഫയൽ എടുപ്പിച്ചാൽ അത് വാദം കേൾക്കും. കോടതി പ്രോസിക്യൂഷന്റെ ഗവൺമെന്റ് ഭാഗം അല്ലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ അവരുടെ ആവശ്യം എന്താണ് അവരെ എതിർകക്ഷിയായിട്ട് വിളിക്കും. അവർക്ക് ഞങ്ങൾക്ക് 2 ദിവസം കൂടെ പോലീസ് കസ്റ്റഡി വേണം എന്ന് പറഞ്ഞാൽ കോടതി അതിന് വിഘാതം നിൽക്കാൻ പറ്റില്ല. കാരണം ന്യായമായിട്ട് അദ്ദേഹത്തിന്റെ ചില ഫോണുകളും ലാപ്ടോപ്പുകളും കസ്റ്റഡി എടുത്തേ പറ്റുള്ളൂ. അത് വളരെ അടിയന്തരമായി ഈ കേസിന് ആവശ്യമാണ്. കോടതി എല്ലാവരും തുല്യമായിട്ട് കാണുന്നു എന്നാണ് ഇന്നത്തെ കോടതിയുടെ സംസാരത്തിൽ നിന്ന് കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. തുല്യമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. പൊതുജനങ്ങൾ അത് തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര സീനിയർ വക്കീൽ വന്നാലും ശരി കോടതിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. തുല്യമായിട്ട് കാണുന്നുണ്ട്. എത്ര മഹാനായാലും വലിയവനായാലും പണക്കാരനായാലും ശരി വേറൊരു പാവപ്പെട്ടവനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംസാരം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഫൻസ് നിലനിൽക്കും. അതിപ്പോൾ നടിയായാലും സുന്ദരിയായാലും സുന്ദരി അല്ലെങ്കിലും ഈ ഓഫൻസ് നിലനിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും റിമാൻഡിലോട്ട് പോകും. ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളൊക്കെ 3 വർഷത്തേക്കുള്ളിൽ 5 വർഷം 7 വർഷം വരെ ശിക്ഷ അനുഭവിക്കാവുന്ന വകുപ്പുകളാണ്. എങ്ങനെയാണ് ലോവർ കോടതി ജാമ്യം കൊടുക്കുക? കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ചൊവ്വാഴ്ച ഇനി കോടതി പരിഗണിക്കുകയുള്ളൂ. അന്ന് പരിഗണിച്ചാൽ തന്നെ 2-3 ദിവസത്തെ പ്രോസിക്യൂഷന്റെ ഭാഗം കേൾക്കണം. എങ്ങനെയായാലും 14 ദിവസം കിടക്കാനുള്ള സാധ്യത അതിനുശേഷം ഹൈക്കോടതി ജാമ്യം കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.